റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. തൊഴിൽ ചെയ്യാതെ ബെനിഫിറ്റ് വാങ്ങി ജീവിക്കാൻ സാധിക്കുന്ന രാജ്യമാണ് UK. സർക്കാർ മറ്റ് നികുതിദായകരിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി വീതിച്ചു നൽകുന്നതിനാൽ ജോലിയില്ലെങ്കിലും സുഖമായി ജീവിക്കാം എന്ന കണക്കാണിപ്പോൾ. ഈ രീതിയിൽ ആയിരക്കണക്കിന് ആളുകൾ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് യൂണിവേഴ്സൽ ക്രെഡിറ്റ് വാങ്ങി കഴിയുന്നു. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുടെയും വൈകല്യങ്ങളുടെയും പേരിൽ 3 മില്യണിലേറെ ജനങ്ങൾ ആനുകൂല്യങ്ങൾ നേടുന്നുവെന്നാണ് പുതിയ കണക്കുകൾ പുറത്തുവരുന്നത്. ലേബർ അധികാരത്തിലേറി ഒരൊറ്റ വർഷം കൊണ്ട് 1 മില്യണിലേറെ ജനങ്ങൾ ഈ തുക കൈപ്പറ്റാൻ തുടങ്ങിയെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നുമുണ്ട്. ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് യൂണിവേഴ്സൽ ക്രെഡിറ്റ് നേടുന്നവരുടെ എണ്ണത്തിൽ 2025 സെപ്റ്റംബർ വരെയുള്ള വർഷത്തിൽ 41% വർധനവാണ് നേരിട്ടിട്ടുള്ളത്. 9,33,000 പേർ കൂടി ആനുകൂല്യം നേടാൻ തുടങ്ങിയതോടെ യൂണിവേഴ്സൽ ക്രെഡിറ്റ് 3.2 മില്യൺ എന്ന റെക്കോർഡിലെത്തിയെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ 2.5 മില്യൺ ജനങ്ങൾക്കും ജോലി ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെടാനോ പരിമിതമായ കഴിവാണുള്ളതെന്നാണ് അവകാശവാദം. അതായത് ജോലി അന്വേഷിക്കാതെയാണ് ഇവർ ആനുകൂല്യം നേടുന്നത്. ജോലി അന്വേഷിക്കാതെ UC നേടുന്നവരുടെ എണ്ണത്തിൽ 2020 മുതൽ 2025 വരെ എത്തുമ്പോൾ 54% വർധനവുണ്ടെന്ന് വർക്ക് ആൻഡ് പെൻഷൻ ഡിപ്പാർട്ട്മെന്റ് കണക്കുകൾ വ്യക്തമാക്കുന്നു. വെൽഫെയറിൽ ലേബറിന് യാതൊരു നിയന്ത്രണവും ഇല്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഷാഡോ വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി ഹെലൻ വാറ്റ്ലി പ്രതികരിച്ചു. ജോലിയില്ലാത്ത അന്വേഷിക്കാത്ത ആളുകളിലേക്ക് കൂടുതൽ പണം ഒഴുക്കുകയാണ്. ചിലർക്ക് മാത്രമാണ് ജോലി ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഈ വിധം വേഗത്തിൽ UKയിലുള്ളവർ രോഗികളായി മാറുന്നത് താങ്ങാൻ കഴിയില്ല എന്നും വാറ്റ്ലി അഭിപ്രായപ്പെട്ടു. തുടർ മരണങ്ങളുടെ ഞെട്ടലിൽ UK മലയാളി സമൂഹം. ക്രോയ്റ്റോൺ മലയാളിയായ ജോബിൻ മാത്യൂസിന്റെ വിയോഗമാണ് ഒടുവിലായി സംഭവിച്ചിരിക്കുന്നത്. ഏതാനും നാളുകളായി അസുഖബാധിതനായിരുന്നു ജോബിനെ. ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ രോഗനില വഷളായതോടെ തിങ്കളാഴ്ച മരണം സംഭവിക്കുകയും ചെയ്തു. പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശിയാണ് ജോബിൻ. 4 വർഷം മുൻപാണ് UKയിലെത്തിയത്. ജീവിതം കരിപിടിപ്പിച്ചു തുടങ്ങുമ്പോഴേക്കും മരണം ജോബിനെ തട്ടിയെടുക്കുകയായിരുന്നു. ഭാര്യ രമ്യ ക്രോയ്റ്റോൺ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യുകയാണ്. ഇവർക്ക് 2 കുട്ടികളുണ്ട്. 2 വയസ്സുകാരി ജോഷുവയും 9 വയസ്സുകാരി റബേക്കയുമാണ് മക്കൾ. സംസ്കാരം സംബന്ധിച്ച വിവരങ്ങൾ തീരുമാനമായിട്ടില്ല. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇവർക്ക് UKയിലെത്താൻ കഴിഞ്ഞത്. ജോബിന്റെ സഹോദരനടക്കം ഉറ്റ ബന്ധുക്കൾ UKയിലുണ്ട് എന്നാണ് വിവരം. ഇംഗ്ലണ്ടിൽ ആദ്യമായി മങ്കി പോക്സ് എന്നറിയപ്പെട്ടിരുന്ന എംപോക്സിന്റെ പുതിയൊരു വകഭേദം കണ്ടെത്തിയതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഏഷ്യയിൽ യാത്ര ചെയ്ത് തിരിച്ചെത്തിയ ഒരാളിലാണ് വൈറസ് കണ്ടെത്തിയത്. 2 പ്രധാന എംപോക്സ് വൈറസ് സ്ട്രെയിനുകളുടെ സങ്കലനമാണ് പുതിയ വകഭേദം. ക്ലേഡ് IIB എന്നീ സ്ട്രെയിനുകളുടെ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നും അവർ വ്യക്തമാക്കി. നിലവിൽ ഇതിന് പേര് ഇട്ടിട്ടില്ല. പുതിയ സ്ട്രെയിനിന്റെ പ്രത്യേകതകളും പ്രാധാന്യവും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വ്യാപന സാധ്യത കൂടുതലായിരിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. വൈറസുകൾ പരിണമിക്കുന്നത് സാധാരണമാണെന്നും ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള മികച്ച മാർഗം വാക്സിനേഷൻ തന്നെയാണെന്നും UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അറിയിക്കുന്നു. UKയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ അടുത്തിടെ ഗേ, ബൈസെക്ഷൽ, പുരുഷന്മാരുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന മറ്റു പുരുഷന്മാർ എന്നിവർ എംപോക്സിനെതിരെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു. 2022 ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളെ ബാധിച്ച എംപോക്സ് പകർച്ചവ്യാധിയുമായി ക്ലേഡ് IIB ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലേഡ് IB യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രാദേശികമായി പടരുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിച്ച സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒന്നിലധികം ലൈംഗിക പങ്കാളികളുള്ളവർ, കൂട്ടലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ, സെക്സ് ഓൺ പ്രീമൈസ് വേദികൾ സന്ദർശിക്കുന്നവർ എന്നിവർക്ക് രോഗബാധ സാധ്യത കൂടുതലാണെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. വാക്സിൻ എംപോക്സിനെതിരെ 75 മുതൽ 80% ഫലപ്രദമാണെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നു. പുതിയ വകഭേദത്തിനെതിരെ വാക്സിൻ എത്രത്തോളം പ്രതിരോധിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിലും സംരക്ഷണം ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നുവെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. ക്രിസ്തുമസ് അവധി പുനഃക്രമീകരിച്ച് സർക്കാർ. സ്കൂൾ അടയ്ക്കുന്നത് ഒരു ദിവസം നീട്ടി. ഡിസംബർ 24 മുതൽ ജനുവരി 4 വരെയാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം 23-നാണ് സ്കൂളുകൾ അടയ്ക്കുക. അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുക ജനുവരി 5-നായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ക്രിസ്മസിന് 12 ദിവസങ്ങളാണ് കുട്ടികൾക്ക് അവധി ലഭിക്കുക. സാധാരണ വർഷങ്ങളിൽ 10 ദിവസമാണ് ക്രിസ്മസ് അവധി ഉണ്ടായിരിക്കുക. കുടക് ജില്ലയിലെ പൊന്നംപേട്ടയിൽ കുടുംബത്തിലെ 4 പേരെ വെട്ടിക്കൊന്ന കേസിൽ മലയാളി യുവാവിന് കോടതി വധശിക്ഷ വിധിച്ചു. വയനാട് തലപ്പുഴ അത്തിമല കോളനിയിലെ ഗിരീഷിനാണ് വധശിക്ഷ വിധിച്ചത്. വിരാജ്പേട്ട ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി S നടരാജാണ് ശിക്ഷ വിധിച്ചത്. ഈ വർഷം മാർച്ച് 27 വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ഭാര്യ നാഗി, മകൾ കാവേരി, ഭാര്യയുടെ മാതാപിതാക്കളായ കരിയ, ഗൗരി എന്നിവരെയാണ് ഗിരീഷ് കൊലപ്പെടുത്തിയത്. കുടക് ജില്ലയിലെ പൊന്നംപേട്ട താലൂക്കിലെ ബഗൂരു ഗ്രാമത്തിലെ ഒരു ആദിവാസി കോളനിയിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത്. മദ്യപനായ ഗിരീഷ് ഭാര്യ നാഗിക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ദിവസവും വഴക്കിട്ടിരുന്നു. സംഭവ ദിവസം വൈകിട്ട് മദ്യപിക്കാൻ ഗിരീഷ്
ഗിരീഷ് ഭാര്യയോട് പണം ആവശ്യപ്പെട്ടു. പണം നൽകാത്തതിനെ തുടർന്ന് നാഗിയെ ക്രൂരമായി മർദ്ദിക്കുകയും വെട്ടിക്കൊല്ലുകയുമായിരുന്നു. ആക്രമണം തടയാൻ ശ്രമിച്ച മകളെ അടക്കം 3 പേരെയും ഗിരീഷ് വെട്ടിക്കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം രാത്രി ഇയാൾ കണ്ണൂരിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ എസ്റ്റേറ്റ് ഉടമ കരിയയെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. ഒളിവിൽ പോയ ഗിരീഷിനെ 2 ദിവസത്തിന് ശേഷം പോലീസ് കണ്ണൂരിലെ ഇരിട്ടിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പൊന്നമ്പേട്ട പോലീസാണ് കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഇനി സ്പോർട്സ് വാർത്തകൾ. സ്വന്തം മൈതാനത്ത് റയൽ മാഡ്രിഡിന് തുടർച്ചയായ 2ാം തോൽവി. സ്പാനിഷ് ലാലിഗ ഫുട്ബോളിൽ 2 ഗോളിന് സെൽറ്റ വിഗോയോട് തോറ്റപ്പോൾ ഹെഡ് കോച്ച് സാബി അലോൺസോ പറഞ്ഞത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി ആത്മവിശ്വാസം തിരികെ പിടിക്കുമെന്നാണ്. എന്നാൽ ആ യൂറോപ്യൻ പോരാട്ടത്തിൽ 1-2 തകർന്നതോടെ കോച്ചിന്റെ കസേര തന്നെ തെറിക്കുമോ എന്ന നിലയിലാണ് ഇപ്പോൾ. ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അംഗങ്ങളിൽ കാര്യമായ മറ്റ് അട്ടിമറികൾ നടന്നില്ല. കരുത്തരായ യുവന്തസ് സ്വന്തം വേദിയിൽ 2 ഗോളിന് പാഫോസിനെയും ആഴ്സണൽ തകർപ്പൻ ഫോമിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ബെൽജിയത്തിൽ നിന്നുള്ള ക്ലബ് ബ്രഷയെയും ബെനഫിക്ക ഇറ്റാലിയൻ ചാമ്പ്യന്മാരായ നാപ്പോളിയെ 2 ഗോളിനും കോപ്പൻഹേഗൻ 3-2 വില്ല റയലിനെയും അയാക്സ് 4-2 കുറാബാഗിനെയും തോൽപ്പിച്ചപ്പോൾ 3 മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. PSG-യും അത്ലറ്റിക്കോ ബിൽബാവോയും തമ്മിലുള്ള അംഗത്തിൽ ഗോൾ പിറക്കാതിരുന്നപ്പോൾ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിനെ 2-2 തളച്ച് ബോഡോ ശക്തി കാട്ടി. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 120.97 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.